നമസ്കാരം. ലക്ഷക്കണക്കിന് യാക്കോബായ സഭാ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ്. അല്പനിമിഷങ്ങൾക്കകം തന്നെ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് വാഴിക്കപ്പെടുകയാണ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കിയേറ്റുള്ള ലെബനോനിൽ, സിറിയയ്ക്ക് സമീപമുള്ള ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള അച്ചാനയിലെ പള്ളിയിൽ പാത്രിയാർക്കീസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാൽ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ബെസേലിയോസ് ജോസഫ് എന്ന നാമധേയത്തിൽ സ്ഥാനമേൽക്കാൻ പോവുകയാണ്. കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് യാക്കോബായ സഭാ വിശ്വാസികളാണ് ഈ ധന്യ നിമിഷത്തെ കാത്തിരിക്കുന്നത്. ആ നിമിഷങ്ങൾ ഓരോന്നായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുതൽ നമ്മൾ എല്ലാവരും ലെബനോനിലേക്ക് നോക്കിയിരിക്കുകയാണ്. എനിക്കൊപ്പമുള്ളത് ആസിഫ് മുഹമ്മദും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലെബനോനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഉൾപ്പെടെ ചേരും. ആസിഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. യാക്കോബായ സഭ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗങ്ങളിലൊന്നിൽ ആഗമാന സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കേരളത്തിൻ്റെ ഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സഭ അതിൻ്റെ പല പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇപ്പോഴും ആ പ്രതിസന്ധികളെല്ലാം തന്നെ ആ സഭയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ സഭയ്ക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമായി നിന്ന തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ വിയോഗമുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വിൽപത്രത്തിൽ എഴുതി വെച്ചത് പ്രകാരമാണ്, അദ്ദേഹത്തിൻ്റെ കൂടി അഭിലാഷത്തോടെയാണ് സഭയുടെ സുന്നഹദോസ് ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നിയുക്ത കാതോലിക്കയായി തെരഞ്ഞെടുത്തത്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് യാക്കോബായ സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഈ നിമിഷം? തീർച്ചയായും നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ വളരെ ചരിത്രത്തിൽ ഇത്രത്തോളം ഇടം പിടിച്ച ഒരു സഭ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം അത് വലിയൊരു പോരാട്ടത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സഭ തന്നെയാണിത്. അത് ഇന്ത്യയിലേക്കുള്ള മറ്റ് കടന്നുവരവ്, അതായത് പാശ്ചാത്യ ശക്തികളുടെ കടന്നുവരവ് മുതൽ അതിൻ്റെ ആ ചരിത്രം അങ്ങനെ തന്നെ വരുന്ന ഒരു ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ചരിത്രം കൂടിയുള്ള ഒരു സഭയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ യാക്കോബായ സഭ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുകയാണ് കാതോലിക്ക വാഴ്ച എന്ന് പറയുന്നത്. ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ 33-ാം വയസ്സിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിയ ആളാണ്. ഈ സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം അദ്ദേഹം ആണ് മുന്നിൽ നിന്ന് ഈ സഭയെ നയിച്ചുകൊണ്ട് ഇരുന്നത്. തോമസ് പ്രഥമൻ ബാവ സ്വാഭാവികമായും അദ്ദേഹം ആരോഗ്യാവസ്ഥ മോശമായി അദ്ദേഹം തുടരുമ്പോൾ പോലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആണ്. അങ്ങനെ മുന്നോട്ട് പോയിരുന്ന സമയത്ത് തന്നെ എന്തായാലും സ്വാഭാവികമായും അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് തന്നെ കാതോലിക്കായി വാഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന്. ആ ആഗ്രഹം സ്വാഭാവികമായും സഭ ഏറ്റെടുത്തു. പാത്രിയാർക്കീസ് ബാവ ഒരു 3 മാസം മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അത് ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും വാഴിക്കൽ ചടങ്ങ് നീണ്ടുപോയി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ആഭ്യന്തര സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരു സമയം തീരുമാനിക്കുകയും എല്ലാം ചെയ്താണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് യാക്കോബായ സഭ വിശ്വാസികളെ സംബന്ധിച്ചോളം അവരൊരു വലിയ ആഘോഷമാക്കുന്ന ദിവസമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ള സഭകൾ, പ്രധാനമായും മധ്യ കേരളത്തിലാണ് ഈ സഭയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് നമുക്ക് പറയാൻ കഴിയുക. സ്വാഭാവികമായി അതുകൊണ്ട് മധ്യ കേരളത്തിലെ പള്ളികൾ, അതുപോലെ തന്നെ യാക്കോബായ സഭാ വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെയുള്ള വിശ്വാസികൾ മുഴുവൻ അത് വലിയ രീതിയിൽ ആഘോഷത്തോടു കൂടി തന്നെ ഈ ഒരു ചടങ്ങിനെ വരവേൽക്കാനുള്ള ഒരുക്കമാണ്. ബെയ്റൂത്തിലേക്ക് 1000-ഓളം വരുന്ന വിശ്വാസികൾ ബെയ്റൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, യാക്കോബായ സഭാ വിശ്വാസികൾ, അതായത് വിദേശ രാജ്യങ്ങളിലുള്ള ലണ്ടനിൽ നിന്നും അമേരിക്കയിലുമൊക്കെയുള്ള യാക്കോബായ സഭാ വിശ്വാസികൾ കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാഴിക്കൽ ചടങ്ങ് ബെയ്റൂത്തിൻ്റെ സമയം 5 മണിയോടുകൂടിയാണ് വാഴിക്കൽ ചടങ്ങ് നടക്കുക. സ്വാഭാവികമായി കേരളത്തിൻ്റെ സമയം വെച്ച് കണക്കാക്കുമ്പോൾ രാത്രി 8:30 ആകും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ മറ്റ് ചില ചടങ്ങുകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വാഴിക്കൽ ചടങ്ങുകൾക്ക്, പാത്രിയാർക്കീസ് ബാവ നേതൃത്വം നൽകുന്ന വാഴിക്കൽ ചടങ്ങുകൾക്ക് 8:30 തുടക്കം ആവുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ പല റിപ്പോർട്ടർമാരും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഗോകുലും തൃശ്ശൂർ ലേവിനും എല്ലാം അടക്കമുള്ളവരങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. കാരണം ആ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് അവരെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവരിലേക്കൊക്കെ ഒന്ന് പോകാൻ തോന്നുന്നു. ലെബിനിലെ ഉറപ്പായും ആസിഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവമായുള്ള കാത്തിരിപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. കോട്ടയം മണർകാട് പള്ളിയിൽ നിന്ന് ഗോകുൽ PR-ഉം തൃശ്ശൂർ മണ്ണുത്തിയിലെ ചുവന്ന മണ്ണ് പള്ളിയിൽ നിന്ന് ലെവിൻ കെ വിജയനും എറണാകുളം
കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്ന് അജിത് ബാബുവും തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നിന്ന് മീരയും നമുക്കൊപ്പം തയ്യാറായി നിൽക്കുകയാണ്. ആദ്യം ഗോകുൽ PR-ലേക്കാണ്. ഗോകുൽ നിൽക്കുന്നത് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത യാക്കോബായ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം എന്ന് പറയുന്ന മണർകാട് കത്തീഡ്രൽ പള്ളിയിലാണ്. ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ വളരെ അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന ഒരു യാക്കോബായ സഭാ വിശ്വാസിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. നിയുക്ത കാതോലിക്ക ഭാവയെ സംബന്ധിച്ച് വളരെ അടുപ്പം വെച്ചിരുന്ന ഒരു പള്ളിയാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം മണർകാട് പള്ളിയിലേക്ക് എത്തും, മാതാവിൻ്റെ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗോകുൽ, എത്രത്തോളം വലിയ ആ വിശ്വാസികളുടെ സമൂഹം അവിടെ ഉണ്ട്? ഇത് തത്സമയം കാണുന്നതിന് വേണ്ടി അവിടെ പലവിധ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ജോസഫ് മാർ ഗ്രിഗോറിയസ് അദ്ദേഹത്തിൻ്റെ കാതോലിക്ക ബാവയായിട്ടുള്ള സ്ഥാനാരോഹണം അല്പസമയം കൂടി മാത്രമാണ് അതിനുവേണ്ടി അവശേഷിക്കുന്നത്. ആ തിരുച്ചടങ്ങുകൾ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടയത്ത് മണർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലും ധാരാളമായിട്ട് വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ അതിനുള്ള ക്രമീകരണം, ആ ലെബനോനിൽ നടക്കുന്ന ചടങ്ങുകൾ പൂർണ്ണമായിട്ടും തത്സമയം ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പള്ളിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് ആ ചടങ്ങുകൾ നേരിട്ട് അതിന് സാക്ഷിയാകുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ യാക്കോബായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ സന്തോഷവും ഒപ്പം പ്രാർത്ഥനാ പുണ്യവും നിറഞ്ഞൊരു ദിവസം കൂടിയിട്ടാണ് ഇന്ന്. ഒപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിൻ്റെയും അവരുടെ വിശ്വാസത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു വലിയ ദിനമാണ്, അല്ലെങ്കിൽ ഒരു പുണ്യ ദിനമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം കാതോലിക്ക ബാവയായിട്ട് മാർ ഗ്രിഗോറിയസ് അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ അത് സഭയ്ക്ക് കൂടുതൽ ഉന്നതിയിലേക്ക്, അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ സഭാപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ തന്നെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ സഭാവിശ്വാസികൾക്ക് ഒന്നടങ്കം തന്നെ ഉണ്ട്. എന്തായാലും ആ ചടങ്ങുകൾ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മണർകാട് പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ മാത്രമല്ല, മറ്റ് യാക്കോബായ പള്ളികളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. നമ്മളോടൊപ്പം വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എത്രത്തോളം സന്തോഷവും അഭിമാനവും ഒക്കെ നൽകുന്നതാണ്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. മാർ ബസേലിയോസ് ജോസഫിന് തിരുമേനി ബാവായെ വാഴിക്കുന്ന ദിവസം ഞങ്ങൾക്ക് വളരെ അതിയായിട്ടുള്ള സന്തോഷമാണ്. ഞാൻ വരുന്ന കാരിക്കാമറ്റം സെൻറ്റ് സൈമൺസ് പള്ളിയിലാണ്. ഇവിടെ വന്നിട്ട് ഈ വലിയ സ്ക്രീനിൽ കണ്ട് വീട്ടിൽ കാണുന്നതിനെക്കാട്ടിൽ ഇവിടെ വന്ന് കാണുകയും ഇതിനെ ഭക്തിയോടെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സഭയ്ക്ക് വലിയ നല്ലൊരു ഭക്തനായ ഒരാളാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്. എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. തിരുമേനി മുമ്പ് നേരിട്ട് കാണാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിയെ കണ്ടിട്ടുണ്ട്. തിരുമേനി ഇങ്ങനെ വർത്തമാനം പറയുകയും ചെയ്തിട്ട് പള്ളിയിൽ വെച്ചിട്ട് വർത്തമാനമൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭക്തനും നല്ല ദൈവ വിശ്വാസിയുമാണ്. സഭയ്ക്ക് ഏറ്റവും പറ്റിയ ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, പൊതുവിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് എത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ചും വെള്ളൂർ ഞങ്ങളുടെ കാരിക്ക ഇടവകയിൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വർത്തമാനം പറയുകയും പള്ളിയിൽ ഉള്ള എല്ലാ കാര്യത്തിലും ഈയിടെ ഞങ്ങൾ പള്ളിയിൽ തിരുമേനിയെ കണ്ടു. ഇവിടെ സ്വീകരണത്തിനുണ്ടായിരുന്നു. മണ്ണാട്ട് പള്ളിയിൽ സ്വീകരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് വിശ്വാസികളെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അവരിനി കാത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അതോടൊപ്പം തന്നെ അവർക്കെല്ലാവർക്കും ഏറെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്. ചേട്ടാ, നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എത്രത്തോളം സന്തോഷം നൽകുന്നതാണ്? ഈ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണാൻ തിരുമേനി മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഉണ്ടല്ലേ? ശരി. എന്തായാലും അവർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ മാർ ഗ്രിഗോറിയസ് എന്ന് പറയുന്ന തിരുമേനി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനാഭിഷിക്തനാകുന്ന ആ ഒരു ചടങ്ങ് നേരിട്ട് കാണുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് ആകാംക്ഷപൂർവ്വം തന്നെ കാത്തിരിക്കുകയാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല കനത്ത മഴ കൂടി പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കാലാവസ്ഥ പോലും പ്രതികൂലമായിട്ട് പോലും പള്ളിമേടയിലേക്ക് ധാരാളമായിട്ട് വിശ്വാസികൾ ഒഴുകി എത്തിച്ചേർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒപ്പം ഈ മണർകാട് പള്ളി എന്ന് പറയുന്നത്, മണർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിട്ട് കൂടിയിട്ടാണ്. ഏറെ വലിയൊരു
ഇടവക കൂടിയിട്ടാണ്, ഏറെ വിശ്വാസികളുള്ള ഒരു പള്ളി കൂടിയിട്ടാണ് ഈ മണർകാട് പള്ളി എന്ന് പറയുന്നത്. എന്തായാലും ആ പള്ളിയിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പല തിരുകർമ്മങ്ങൾക്കും ഒക്കെ അദ്ദേഹം കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പള്ളിയിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. എന്തായാലും അതേ പള്ളിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ പള്ളിയിലെ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാരോഹണ ചടങ്ങ് ഇത്തരത്തിൽ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഇനി ഏകദേശം നിമിഷങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും നമ്മളോടൊപ്പം കൂടുതൽ വിശ്വാസികളൊക്കെ ഉണ്ട്, അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. നമസ്കാരം ചേട്ടാ, ഇന്നത്തെ ദിവസം എത്രത്തോളം സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്ക്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരൽ സംവിധാനമല്ല. ശ്രേഷ്ഠ കാതോലിക്ക ബാവ എന്ന് പറഞ്ഞാൽ യാക്കോബായ വിഭാഗത്തിൻ്റെ കാതോലിക്കായിട്ട് ഞങ്ങൾ വീക്ഷിക്കുന്നത്, അല്ലാതെ വേറെ ആരും പറയുന്ന പോലെയുള്ള ഒരു കാതോലിക്കയല്ല. ലോകം മുഴുവൻ്റെയും കാതോലിക്കായ എന്നൊന്നും പറയാൻ ആളല്ല, യാക്കോബായ സഭയുടെ കാതോലിക്കായാണ്. അദ്ദേഹം ഈ കാതോലിക്ക ബാവ സ്ഥാനത്തേക്ക് വരുമ്പോൾ സഭ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. പ്രഭാത സൂര്യനെ പോലെ ഉയരും. ഈ മണർകാട് പള്ളിയിൽ അദ്ദേഹം മുമ്പ് ചടങ്ങുകൾക്കൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടല്ലോ, സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട അനുഭവമൊക്കെ ഉണ്ടോ? നേരിട്ട് അടുത്ത് കണ്ടിട്ടില്ല, എങ്കിലും അറിയാം. അതെ അല്ലേ, ശരി. ഇവിടെ എത്രത്തോളം സന്തോഷത്തിലാണെന്ന്? വളരെ സന്തോഷം. അദ്ദേഹം തിരുമേനി സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ സഭയ്ക്ക് കൂടുതൽ ഉന്നതിയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ? 100% ഉന്നതമുണ്ടാകും. 100%. എല്ലാ ചടങ്ങുകൾക്ക് നേരിട്ട് ഉണ്ടോ? അതെ. എന്തായാലും അതിനാണ് വിശ്വാസികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് അവരുടെ സഭയ്ക്ക് കൂടുതൽ ഉന്നതി കൈവരും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തോടു കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വത്തോടു കൂടി സഭ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തും, അവരുടെ വിശ്വാസങ്ങളും ഒക്കെ കൂടുതൽ പരിപോഷിക്കപ്പെടും, സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വിശ്വാസികളൊക്കെ ഉറച്ച് വ്യക്തമാക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി ഏകദേശം നിമിഷങ്ങൾ കൂടി. ഗൂഗിൾ മണർകാട് പള്ളിയിൽ നിന്നാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. മണർകാട് പള്ളി എന്ന് പറയുന്നത് യാക്കോബായ സഭയെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ വത്തിക്കാൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യാക്കോബായ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളികൾ എൻ്റെ അറിവിൽ, ഒന്ന് മണർകാട് പള്ളിയും ഒന്ന് കോതമംഗലം പള്ളിയുമാണ് അല്ലേ, 2 പ്രധാനപ്പെട്ട അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഇത് ആഗോള മെരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മണർകാട് പള്ളി എന്ന് പറയുന്നത്.